നമസ്കാരം. ലോകത്ത് വിവിധങ്ങളായ പ്രത്യേകതകളുള്ള വിവിധ രാജ്യങ്ങളുണ്ട്. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ചെറിയ രാജ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ രാജ്യത്തിൻ്റെ പേര് സെയിൻറ്റ് വിൽസൺ ആൻഡ് ഗ്രനേഡിൻസ് എന്നാണ്. 32 കൊച്ചു ദ്വീപുകൾ ചേർന്ന ഒരു രാജ്യമാണ് ഇത്. സെൻറ്റ് വിൽസൺ ആൻഡ് ഗ്രനേഡിൻസ് കരീബിയൻ കടലിലെ ലെസർ ആൻറ്റിലസ് എന്ന ദ്വീപസമൂഹത്തിൻ്റെ ഭാഗമാണ്. ഈ ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ ഭംഗി കൊണ്ടും പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും സമ്പത്ത് കൊണ്ടും ലോകത്തിലെ വലിയ രാജ്യങ്ങളെപ്പോലെ തന്നെ പ്രസിദ്ധമാണ്. ആളുകളെ ആകർഷിക്കുന്നതിൽ ഈ കൊച്ചു രാജ്യങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അത്തരം പ്രത്യേകതകളുള്ള ഒരു കൊച്ചു രാജ്യമാണ് സെയിൻറ്റ് വിൽസൺ ആൻഡ് ഗ്രനേഡിൻസ്. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം കിങ്സ് ടൗൺ ആണ്. ഇവിടുത്തെ ജനസംഖ്യ 1,03,000 ആണ്. അത് 2015 സെൻസസ് പ്രകാരമാണ്. ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി 389 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഏറെക്കാലം ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും കോളനിയായിരുന്ന രാജ്യമാണ് സെയിൻറ്റ് വിൽസൺ ആൻഡ് ഗ്രനേഡിൻസ്. തുടർച്ചയായ യുദ്ധങ്ങൾക്ക് ശേഷമാണ് ഫ്രഞ്ചുകാരിൽ നിന്നും ബ്രിട്ടൻ ഈ ദ്വീപ് പിടിച്ചെടുത്തത്. 1979 ഒക്ടോബർ 27 ബ്രിട്ടൻ ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കി. ഇപ്പോൾ ഈ രാജ്യം കോമൺവെൽത്ത് രാജ്യങ്ങൾ, കരീബിയൻ കമ്മ്യൂണിറ്റി എന്നീ സംഘടനകളിൽ അംഗമായിട്ട് ഉള്ളതാണ്. കൃഷിയാണ് സെയിൻറ്റ് വിൽസൺ ദ്വീപ് നിവാസികളുടെ മുഖ്യ വരുമാന മാർഗം. ഇവിടുത്തെ വാഴപ്പഴത്തിന് വളരെ പ്രസിദ്ധിയാണ്. വാഴപ്പഴത്തിന് പേരുകേട്ട ദ്വീപാണ് സെൻറ്റ് വിൽസൺ ആൻഡ് ഗ്രനേഡിൻസ്. സജീവമായ ഒരു അഗ്നിപർവ്വതം ഈ രാജ്യത്തുണ്ട്. പ്രശസ്ത ഹോളിവുഡ് ചലച്ചിത്രമായ പൈറ്റേഴ്സ് ഓഫ് ദ കരീബിയൻ ഇതിൻ്റെ വരവോടുകൂടി ദ്വീപിനെക്കുറിച്ച് വിനോദസഞ്ചാരികൾ അറിയുവാൻ ഇടയായി. ഇപ്പോൾ ഈ രാജ്യത്ത് ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട സഞ്ചാരകേന്ദ്രമായി ഈ ദ്വീപസമൂഹം മാറിയിരിക്കുകയാണ്. ഇത്